പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോഴ് ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടെയും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ വികാരിച്ചൻ മെജോച്ചൻ ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞാൽ ചില അച്ഛന്മാരുടെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ അഭിഷേകം ഇല്ലാതിരിക്കുക എന്തോ വിഷയമാണ്. അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോ അച്ഛൻ അങ്ങനെയല്ല. മെജോ അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന്
ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോച്ചനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോയമ്പ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിൽ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാകും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയിലോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ നമ്മുടെ കയ്യെപ്പിടി നടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരത് ഇതൊക്കെ കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടും ഒക്കെ നിൽക്കണത്, കിള്ളാൻ നോക്കണത്, തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ വായുമ്പൊടുത്ത് നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായി പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവരുടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹപ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ. പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്നിലായി പോയ അനുതാപകാലത്തിലെ നോൻപ് കാലത്ത് ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അസസ്മെൻ്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ട് അവിടെ. എന്താണ്? നമ്മൾ ദൈവത്തോട്, കർത്താവേ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപ് കാലത്തിന് ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയിച്ചിരിക്കും. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപറക്കുന്നവരെ പോലെ ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചെന്നവർ. അപ്പൊ ഇൻ കേസ് ആധ്യാത്മിക ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ, പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിൻ്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും.
ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്ക് ജോലിക്ക് പ്രിപ്പയർ ചെയ്ത് ജോലി കിട്ടാൻ തുടങ്ങി ഓരോ ഓഫറുകൾ. ഞാൻ ആദ്യത്തെ ഓഫർ തന്നെ സ്വീകരിച്ചു. അവിടെ കയറിയപ്പോൾ വർക്ക് പ്രഷർ കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു. ഒരാഴ്ച കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ തരണം, വേറൊരു ജോലി തരണം, എനിക്കിവിടെ പറ്റുന്നില്ല, ഞാനിത് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു എംപ്ലോയർ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും സിമ്പിളായിട്ടൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് നല്ലൊരു ജോലി അതിന് ശേഷം എനിക്ക് ലഭിച്ചു. മനസ്സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ശമ്പളമുള്ള ഒരു ജോലി എനിക്ക് ലഭിച്ചു. മൂന്നാമത് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്, ഞാൻ ജോലിക്കൊപ്പം തന്നെ ഡിസ്റ്റൻസ് MBA ചെയ്യുന്നുണ്ടായിരുന്നു. അത് പരീക്ഷ വിജയിക്കണമെന്ന് ഞാൻ ഉടമ്പടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലിക്കിടയിൽ തിരക്കുള്ള ജോലിക്കിടയിൽ ഇത് പരീക്ഷയോ അസൈൻമെൻറ്റോ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ സമയത്തും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അസൈൻമെൻറ്റിൻ്റെ നോട്ട്സ് അയച്ചു തരാനും പരീക്ഷ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും എല്ലാം ആരൊക്കെയോ കറക്റ്റ് സമയത്ത് തന്നെ ഇങ്ങോട്ട് വിളിച്ച് സഹായിക്കുന്നുണ്ടായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനത് 2 വർഷവും പൂർത്തിയാക്കി വിജയിച്ചു. അതിൽ നാലാമത്തെ സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ മുഖത്തൊരു ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് പൊള്ളി വന്നിട്ട് ഒരുപാട് പഴുപ്പുള്ള കുരുക്കളൊക്കെ വരാൻ തുടങ്ങി. അതിന് ഞാനൊരു 1.5 വർഷം മരുന്ന് ഉപയോഗിച്ചു, ഒരു കുറവും ഉണ്ടായില്ല. അവസാനം ഞാനത് ഉടമ്പടിയിൽ തന്നെ വെച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം പിടിച്ച് കെട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ ആ അസുഖം നിന്നു. പിന്നെ അതിന് ശേഷം ആ ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടുമില്ല, അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു സാക്ഷ്യം, പരിശുദ്ധ അമ്മയുടെ ഒരു സാമീപ്യം എനിക്ക് 2 തവണ അനുഭവിക്കാൻ പറ്റി. ഒന്ന്, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മുറിയിൽ സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും ഞാൻ എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോഴത്തേനും ഒരു വെളുത്ത പുക ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. രണ്ടാമത്തെ തവണ ഉണ്ടായത്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കാത്ത ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് തന്നെ പഴി കേൾക്കേണ്ടി വന്ന് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കരഞ്ഞുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി മൊത്തം. വെളുപ്പിനെ ആയപ്പോഴത്തേനും ഞാൻ മയങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിലൊരു വേറൊരു കൈ എന്തോന്ന് മുറുക്ക പിടിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്ത് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അപ്പം രാത്രി മൊത്തം ഇരുട്ടാണ്. പക്ഷെ ഞാൻ ചാരനിറത്തിൽ നീളമുള്ള വിരലുകളുള്ള ഒരു കൈ എൻ്റെ ഇടത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു കുറച്ച് സമയത്തേക്കും ഉണ്ടായിരുന്നുള്ളൂ. കൃപാസനാമ്മയുടെ രൂപത്തിൽ കാണുന്ന അതേ കൈവിരലുകളാണ് ഞാൻ കണ്ടത്. ദൈവം എന്നെ സ്പർശിക്കാനുള്ള യാതൊരു യോഗ്യതയുള്ള ആളല്ല ഞാൻ. ഉടമ്പടിയുടെ യോഗ്യതയാൽ ഇത്രയേറെ അനുഭവങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് ബിസ്മി, ഞാൻ ചെത്തിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തതായിരുന്നു. പക്ഷേ 5-6 മാസം കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഉടമ്പടിയൊന്നും ചൊല്ലുന്നില്ല, കറക്റ്റായിട്ടൊന്നും പോകുന്നില്ല. ഞാൻ നിർത്തി കളഞ്ഞു.
അതിനുശേഷം പിന്നെ കൊച്ചിന് വിട്ടുമാറാത്ത പനിയായി. എന്ന് വെച്ചാൽ ഈ 2022 തുടർച്ചയായിട്ട് ഒരാഴ്ച തികച്ച് നിൽക്കാൻ പറ്റത്തില്ല, 2 ദിവസം കൂടുമ്പോൾ പനിയായി. പനി മാറാതെ വന്ന് എൻ്റെ വീട് കാട്ടൂരാണ്. അപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയുടെ കാര്യം ഒന്ന് ഓർത്തത്. അങ്ങനെ ഉടമ്പടി വന്ന് ഞാൻ പുതുക്കിയതിന് ആദ്യത്തെ ഉടമ്പടിയായിട്ട് നിയമം വെച്ചത് ഹസ്ബൻഡിൻ്റെ വിസയുടെ കാര്യമായിരുന്നു. ഒരു 6 പ്രാവശ്യം ആ വിസ ഒക്കെ അപ്ലൈ ചെയ്തിട്ടും കുവൈറ്റിലാണ് പോകുന്നത്. അങ്ങനെ കുവൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടും അത് ക്യാൻസലായെന്നും പറഞ്ഞിട്ട് വരുമായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒക്ടോബർ 3 ഉടമ്പടി പുതുക്കിയതായിരുന്നു. ഒക്ടോബർ 15 വിസ വന്നു എന്നും പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ശനിയും ബുധനും വന്നു വെച്ചാൽ മാതാവിൻ്റെ ദിവസങ്ങളിൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അങ്ങനെ വിസ വന്നു. പിന്നെ ഞങ്ങൾ മെഡിക്കലെടുത്തപ്പോൾ ഞാൻ മെഡിക്കലിന് പോയ സമയത്ത് തന്നെ ഞാൻ ഉപ്പും തൈലവും ഇതെല്ലാം പുരട്ടി കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് ഹസ്ബൻഡ് കൊടുത്തു വിട്ടത്. അങ്ങനെ ആൾ പോയി, ഒരു കുഴപ്പമില്ലാതെ മെഡിക്കലെടുത്തു. അന്ന് തന്നെ ഞങ്ങൾ സ്റ്റാമ്പിങ്ങിന് കൊടുത്തു. ഈ കഴിഞ്ഞ ശനിയാഴ്ച സ്റ്റാമ്പിങ്ങിന് കഴിഞ്ഞെല്ലാം വന്നു. ഈ ഡിസംബർ 3 ആളാ പോകുവാണ് കുവൈറ്റിലോട്ട്. അപ്പോൾ അത് ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ കൊച്ചിൻ്റെ പനിയായിട്ട്, അതാണ് ഞാൻ വെച്ചത്. പനി മാറി. ഈ കഴിഞ്ഞ ദിവസം ഇച്ചിരി കൗണ്ട് കൂടുതലാണെന്നും പറഞ്ഞിട്ട് വന്നു. ആ കൗണ്ട് ഞാൻ വീട്ടിൽ വന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും കൊടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ മെനഞ്ഞാന്ന് പോയി ആളിനെ ടെസ്റ്റ് ചെയ്തു. ഒരു കുഴപ്പവുമില്ല, ആളുടെ കൗണ്ട് കുറഞ്ഞു എന്നും പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വിട്ട്. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും സ്കാൻ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കാശ് രൂപം കൈ പിടിച്ച് സ്കാനിങ് റൂമിൽ ചെന്നു. ആ സ്കാനിങ് തന്നെ റിസൾട്ട് വന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല. ഞാൻ ആ മാതാവിൻ്റെ കാശ് രൂപം കൈ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇത്രയും സാക്ഷ്യം. അന്ന് 2 സാക്ഷ്യം ഞാൻ 2 സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് മാറ്റിത്തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചു. എൻ്റെ പേര് രേഷ്മ, സ്ഥലം തിരുവനന്തപുരം. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2020 ആദ്യമാണ്, അത് ഫെബ്രുവരിയിലാണ്. കോവിഡിന് മുമ്പായിട്ടുള്ള മാസത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ചേച്ചിയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് കൃപാസന മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. എനിക്ക് ശക്തമായ വയറുവേദനയും നടുവേദനയും കാരണം ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിലും അവരൊരു എക്ടോപിക് പ്രഗ്നൻസിയുടെ ചാൻസാണ് പറഞ്ഞത്, അതായത് കുഞ്ഞ് ട്യൂബിനുള്ളിലാണ് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം, അത് എങ്ങാനും റപ്ചറായി കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുണ്ടാവുന്നതിനുള്ള ചാൻസ് കുറവാണ്. അപ്പം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടും 9ാമത്തെ മാസമായിരുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സ് കുറേയധികം വെയിറ്റ് ചെയ്തു, അത് തനിയെ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരാഴ്ചത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ട്യൂബിലാണ് എന്നറിയാൻ കഴിഞ്ഞു. ഉടനെ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ചേച്ചി എനിക്ക് വേണ്ടിയും ഇവിടെ ഉടമ്പടി പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. സർജറിയുടെ സമയത്ത് എനിക്കറിയില്ല എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യം ലഭിച്ചിരുന്നു. ചേട്ടൻ നേഴ്സാണ്, അപ്പോൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ധൈര്യം തന്നെ ആ സമയത്ത് ലഭിച്ചിരുന്നു. എന്നാലും സർജറി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം എന്തായാലും അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അതായത് സാധാരണ സിസേറിയൻ ചെയ്യുന്ന പോലെ
ആ ഒരു രീതിയിൽ അനസ്തീഷ്യ തന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്തു. അതിനുമുമ്പ് ബീറ്റാസിയുടെ അളവ് നോക്കിയപ്പോൾ വീണ്ടും എനിക്ക് ബോഡിയിൽ കൂടുന്നുണ്ടായിരുന്നു. അതായത് വീണ്ടും എൻ്റെ ബോഡിയിൽ പ്രഗ്നൻസിയുടെ ഇതാണ് കാണിച്ചിട്ടിരുന്നത് സർജറി കഴിഞ്ഞ ശേഷവും. അപ്പോൾ ഡോക്ടേഴ്സിന് എല്ലാവർക്കും കൺഫ്യൂഷൻ, ഇതെന്താ ഇത് ഇങ്ങനെ എന്നുള്ള രീതിയിൽ. അപ്പോൾ വീണ്ടും ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞ് യൂട്രസിലായി എന്ന് അറിയാൻ കഴിഞ്ഞത്. എന്ത് അത്ഭുതമാണെന്ന് ആർക്കും അറിയില്ല. അതായത് മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സർജറി ചെയ്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞ് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിനുള്ളിലായി എന്നറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്കൊരു വെല്ലുവിളി വന്നു. അതായത് സർജറി കഴിഞ്ഞു, അനസ്തീഷ്യ തന്നു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ചേട്ടന് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള രീതിയിൽ. ആ സമയങ്ങളിലെല്ലാം തന്നെ എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉപ്പ് വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ കഴിക്കുമായിരുന്നു. തൈലം വയറ്റിൽ പൂശുമായിരുന്നു. ചേച്ചി ഇവിടെ ആ സമയത്ത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓൺലൈനായിട്ടുള്ള പ്രാർത്ഥനകളിലെല്ലാം എനിക്ക് സ്ഥിരമായി അത് ചേച്ചി ഇവിടെ മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ സ്കാനിങ്ങിൻ്റെ സമയത്തും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തായിരിക്കും സംഭവിക്കുന്നത്, 3-ാം മാസത്തെ സ്കാനിങ് 5-ാം മാസത്തെ സ്കാനിങ്ങിലൊക്കെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. പുറമേ സന്തോഷമാണെങ്കിലും ഉള്ളിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ്ങിലും ഒരു പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ സർജറിയുടെ ബുദ്ധിമുട്ടുകളല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ന് 6-ാം മാസത്തിൽ കോവിഡ് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ കോവിഡ് വന്നു. ആ സമയത്ത് പോലും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതാണ് ദൈവം കാത്തുകൊണ്ടു. അതായത് ഈ കൃപാസനത്തിലെ ഉപ്പ് ആ സമയത്തും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കം കൂടാതെ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് കഴിക്കുമായിരുന്നു. അങ്ങനെ 7-ാം മാസം കഴിഞ്ഞു. അപ്പോഴത്തെ സ്കാനിങ്ങിലും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ശരിക്കും അപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം വന്നത്, എന്തായാലും ഞങ്ങൾക്ക് ഇനി കുഞ്ഞിന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ കുഞ്ഞിനെ എനിക്ക് 9 മാസത്തോളം, അതായത് 37 ആഴ്ചയോളം ഉദരത്തിൽ വഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. വീണ്ടും ആ സമയങ്ങളിൽ ലാസ്റ്റ് സമയത്ത് എനിക്ക് ഷുഗറും പ്രഷറും തൈറോയിഡും എല്ലാം കൂടി. അപ്പോൾ വീണ്ടും സിസേറിയൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ നല്ലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മ അത് അനുവദിച്ചില്ല. എനിക്ക് സുഖപ്രസവത്തിൽ കൂടെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. ഇന്ന് നല്ല മിടുക്കിയായിട്ട് ആ മോള് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇത്രയധികം വലിയ കൃപാനം ചെയ്ത ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷെ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ ഓരോ ഓൺലൈൻ പ്രേയറിലും എനിക്ക് വേണ്ടി പ്രാർത്ഥന സഹാപേക്ഷിക്കുമായിരുന്നു. ഞാൻ ഡെലിവറി ടൈമിൽ ആ ടൈമിലും അതുപോലെ സർജറി സമയത്തും എല്ലാം എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി ഇപ്പോഴും പറയും, ഞാനിവിടെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് തൊട്ടടുത്ത മിനിറ്റിലാണ് നീ പ്രസവിച്ചു എന്നൊരു വാർത്ത എനിക്കറിയാൻ കഴിഞ്ഞതെന്ന്. അങ്ങനെ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾക്ക് ആ അനുഗ്രഹം തന്ന ദൈവം തമ്പുരാനും ഉണ്ണീശോയ്ക്കും അനേകായിരം നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് അഷിത. ഞാൻ പുത്തഞ്ചിറയിലെ കൊമ്പത്തങ്കടവെന്ന് വരുന്നത്. എനിക്ക് 2ാമത്തെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നു. പക്ഷേ പ്രഗ്നൻസി സമയത്ത് എനിക്ക് എൻ്റെ പ്ലാസൻ്റ വളരെ താഴെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാവും, പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 5 മാസമായപ്പോൾ പ്ലാസൻ്റ സ്കാനിങ്ങിൽ താഴെയാണെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ റെസ്റ്റിലായിരുന്നു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇനി ബ്ലീഡിങ് പറയുകയാണെങ്കിൽ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴേക്കും വാവേനെ ഓപ്പറേഷൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വളരെയേറെ വിഷമമായിരുന്നു. എനിക്ക് പൂർണ്ണ സാക്ഷ്യത്തോടു കൂടി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എനിക്ക് എൻ്റെ മോളെ എനിക്ക് കിട്ടണം. അങ്ങനെ ഞാൻ വിചാരിച്ച് അതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അടുത്തുള്ള ചേച്ചി എനിക്ക് കൃപാസനത്തിലെ പത്രവും ഉപ്പും തേനും
തന്നു. കൃപാസനത്തിൽ ഉപ്പും തേനും തന്നു. ഞാനത് എനിക്ക് ചേച്ചി കൃപാസനത്തിൽ തൈലം വയറ്റത്ത് കുരിശടയാളം വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് പ്ലാസൻ്റെ താഴെ ആയതുകൊണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടായിരുന്നു. ഞാനങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് എനിക്ക് മാതാവിനെ സ്വപ്നം കണ്ടു. അതിന് ശേഷം ഞാൻ ബാത്റൂമിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പിന്നീട് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റി. അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.